ലോകം കാത്തിരുന്ന ആ കൂടിക്കാഴ്ച നടന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച പുലർച്ചെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് നടന്നു. നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു. രണ്ടാം തവണ നരേന്ദ്രമോദിയുടെ പ്രിയ സുഹൃത്തെന്ന് ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ട്രംപും വൈറ്റ് ഹൗസിലെത്തിയിരിക്കുന്നു. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് സംസാരിക്കുക, എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും, ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തെമ്പായിടത്തും പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലും വലിയ കൗതുകമുണ്ടാകുന്ന, ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നത്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായി. അതിലൊന്ന് ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്നും ഇപ്പോൾ യൂനുസിൻ്റെ സർക്കാർ, ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന പദവിയിലിരിക്കുന്ന യൂനുസിൻ്റെ സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായിരിക്കുന്നു. ഇതിനിടയ്ക്കും ബംഗ്ലാദേശിന് അരി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, അവർക്ക് ഡീസൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർക്ക് ഭക്ഷ്യ എണ്ണയില്ല, പാചകം ചെയ്യാനുള്ള എണ്ണ വേണമെന്നുള്ള അപേക്ഷയുമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ആകെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും പാകിസ്ഥാനിൽ നിന്നുള്ള സൈന്യത്തെ ബംഗ്ലാദേശിലേക്ക് വിളിച്ചു വരുത്തുകയും ഇന്ത്യയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ ചിക്കൻ നെക്കിലേക്ക് വരെ പാകിസ്ഥാൻ ISI ചാരസംഘടനയുടെയും പട്ടാളത്തിൻ്റെയും ആളുകളെ കൊണ്ടുചെന്ന് കാണിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഏറ്റവും ഹോസ്റ്റൈലായിട്ടുള്ള ഒരു റിലേഷനാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മളുമായി പുലർത്തുന്നത്. കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന് അവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ അട്ടിമറിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെയാണ് UN-ൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ വലിയ തോതിൽ ഹിന്ദു കൂട്ടക്കൊല നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ആവർത്തിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഓവൽ ഓഫീസിൽ നടക്കുമ്പോൾ മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചു, ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത്? അവിടുത്തെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റാണ് ബംഗ്ലാദേശിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ എന്തു ചെയ്യും എന്ന് അമേരിക്ക ചോദിച്ചു. മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ജോർജ് സോറോസിൻ്റെ മകനായ അലക്സ് സോറോസ് ബംഗ്ലാദേശിലെത്തി മുഹമ്മദ് യൂനുസിനെ കണ്ടത് അമേരിക്ക USAID വഴിയുള്ള സഹായം ബംഗ്ലാദേശിന് നിർത്തിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ്. എന്നിട്ട് പറഞ്ഞു, അമേരിക്ക സഹായിച്ചില്ലെങ്കിലും സോറോസ് സഹായിക്കും ബംഗ്ലാദേശിനെ എന്ന് പറഞ്ഞ് യൂനുസിന് ചില ഉറപ്പുകൾ കൊടുത്തിട്ട് മടങ്ങിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ട്രംപും മോദിയും തമ്മിൽ കാണുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ട്രംപ് കൊടുത്ത മറുപടി ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു മറുപടിയാണ്. ട്രംപ് പറഞ്ഞു, അമേരിക്ക ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ബംഗ്ലാദേശിൽ ഇടപെടുന്നില്ല. കാരണം ഭരണം മാറി. ബൈഡൻ്റെ കാലത്ത് ഡീപ്പ് സ്റ്റേറ്റ് ആണ് ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന അമേരിക്കൻ റിജീം ചേഞ്ചിന് വേണ്ടി ലോകത്തെമ്പാടും നടക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഡൊണാൾഡ് ലൂ ആണ് ബംഗ്ലാദേശിലെ സർക്കാരിനെ, ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചതെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഹസീന തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളക്കാരൻ വന്ന് എനിക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു, അത് ഞാൻ കൊടുത്തിരുന്നുവെങ്കിൽ എൻ്റെ സർക്കാർ വീഴില്ലായിരുന്നു എന്നൊക്കെ ഹസീന പറഞ്ഞിട്ടുണ്ട്. അത് ബൈഡൻ്റെ കാലത്ത് ഡീപ്പ് സ്റ്റേറ്റ് ഇടപെട്ടാണ് അമേരിക്കൻ സർക്കാരിനെ അട്ടിമറിച്ചത് എന്ന് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന, ഇപ്പോഴും രാജിവെച്ചിട്ടില്ല, ഷെയ്ഖ് ഹസീന തന്നെയാണ് സാങ്കേതികമായി ഇപ്പോഴും പ്രധാനമന്ത്രി, ഹസീന പറഞ്ഞത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് പറയുന്നത്, ഇനി ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ ഉണ്ടാവില്ല, അമേരിക്ക ഒന്നും ചെയ്യാൻ പോകുന്നില്ല ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നിരാശയുണ്ടാവും. അമേരിക്ക ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നല്ല യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അമേരിക്ക ചെയ്യാൻ പോകുന്ന കാര്യം പറയുന്നുണ്ട്, ഡീപ്പ് സ്റ്റേറ്റ് ഇനി ബംഗ്ലാദേശിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇനി ബംഗ്ലാദേശിൽ ഡീപ്പ് സ്റ്റേറ്റ് കൊണ്ടുവന്ന സർക്കാർ നിലനിൽക്കെ അതിനെ അട്ടിമറിക്കാൻ, ബദൽ സംവിധാനം ഉണ്ടാക്കാൻ അമേരിക്ക എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തിയെങ്കിൽ വളരെ കൃത്യമായി ട്രംപ് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ കാര്യം എന്തു വേണമെന്ന് എൻ്റെ സുഹൃത്ത് മോഡി തീരുമാനിക്കും. വളരെ കൃത്യമായ മറുപടിയാണ്. കാരണം ബംഗ്ലാദേശ് ഇനി എങ്ങനെയാവണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ് എന്ന തരത്തിൽ ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് ട്രംപ് മോദിക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ബംഗ്ലാദേശിൽ നിരന്തരം അക്രമം ഉണ്ടാകുന്നു, കൂട്ടക്കൊല നടക്കുന്നു, ഹിന്ദു സന്യാസിമാരെ പിടിച്ച് ജയിലിടുന്നു, അവർക്ക് നിയമസഹായം കൊടുക്കാൻ വരുന്ന അഭിഭാഷകരെ കൊല്ലുന്നു,
അവരെ ജയിലിലാക്കുന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ അതിൽ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം ഇന്ത്യക്കാരായ ഹിന്ദുക്കളായ ആളുകൾക്ക് വലിയ തോതിൽ പരാതിയുണ്ട്. ഈ പരാതികൾ നിലനിൽക്കെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ജനുവരി 20-ന് ട്രംപ് അധികാരത്തിലെത്തട്ടെ, അധികാരത്തിലെത്തിയതിന് ശേഷം ചില നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും ആശിച്ചുകൊണ്ടിരുന്നതും. അതിനുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അമേരിക്ക 2 കാര്യങ്ങൾ ചെയ്യും. 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായം ഇനി ബംഗ്ലാദേശിലെ നിലവിലുള്ള സർക്കാരിന് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. ബംഗ്ലാദേശ് എന്ത് വേണം ഇനി എന്ന്, എങ്ങനെയായിരിക്കണമെന്ന് ഇനി തീരുമാനിക്കേണ്ടത് നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയെടുത്തത് നമ്മളാണല്ലോ. 1971 കിഴക്കൻ പാകിസ്ഥാനികൾ അവിടുത്തെ ബംഗ്ലാ വംശജരോട് അതിനിഷ്ഠുരമായി പെരുമാറുകയും കൂട്ടക്കൊല ചെയ്യുകയും കൂട്ടബലാത്സംഗങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ മുക്തിബാഹിനി നടത്തിയ സായുധ സമരത്തെ സഹായിച്ചിട്ടാണ് കിഴക്കൻ പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്ത്യയാണ് ഉണ്ടാക്കി കൊടുത്തത്. ബംഗ്ലാദേശിനെ തന്നെ ഉണ്ടാക്കിയത് ഇന്ത്യ ആയതുകൊണ്ട് ബംഗ്ലാദേശിൽ എന്തു വേണമെന്ന് ഇന്ത്യക്കിനി തീരുമാനിക്കാമെന്ന് ട്രംപ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് എന്തും ചെയ്യാം, അമേരിക്കയുടെ ഒരു ഇടപെടലും ഉണ്ടാവില്ല എന്ന് ട്രംപ് പറഞ്ഞതായിട്ട് വേണം ഈ വാക്കുകളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ. രണ്ടാമത്തെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എക്കാലത്തെയും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വ്യാപാര കരാറുകളാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച. താരിഫ് കൂട്ടുക, അമേരിക്കൻ സാധനങ്ങൾക്ക് ഇന്ത്യയിലേക്കോ വേറെ ഏത് രാജ്യത്തിലേക്കും ഇറക്കുമതി ചെയ്യുമ്പോൾ താരിഫ് കൂട്ടിയാൽ അമേരിക്ക ആ രാജ്യത്ത് നിന്ന് അങ്ങോട്ടുള്ള ഇറക്കുമതിക്ക് താരിഫും കൂട്ടും. അതായത് ഇന്ത്യ അമേരിക്കൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നികുതി കൂട്ടിയാൽ ഇന്ത്യൻ സാധനങ്ങൾക്കും നികുതി കൂട്ടും. ഈ ഒരു വ്യവസ്ഥ നിലവിലുണ്ട്. അത് സംബന്ധിച്ച് ട്രംപ് പറഞ്ഞത്, ഞാൻ കടുപ്പക്കാരനായ ഒരു നെഗോഷിയേറ്ററാണ്, ഞാൻ വിലപേശുന്നതിൽ വലിയ കടുപ്പക്കാരനാണ്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ എന്നെക്കാളും വലിയ നെഗോഷിയേറ്റർ, എന്നെക്കാളും കടുപ്പക്കാരനായ നെഗോഷിയേറ്ററാണെന്ന് മോദി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ഈ ചങ്ങാതി ആവർത്തിച്ചിരിക്കുകയാണ്. എന്നെക്കാളും വലിയ കച്ചവടക്കാരനാണ് മോദി എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഗുജറാത്തിയെ കച്ചവടം പഠിപ്പിക്കാൻ ലോകത്ത് വേറെ ആർക്ക് കഴിയും? അത് ട്രംപിന് വളരെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് പറഞ്ഞു, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, ചില ഡീൽസ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ ഡീൽ എന്ന് പറയുന്നതിന് ട്രേഡ് ഡീൽ എന്ന് പറഞ്ഞാൽ കച്ചവട കാര്യം എന്ന് മാത്രം പറയാം. പക്ഷേ ട്രേഡെന്നോ അല്ലെങ്കിൽ മറ്റ് സഹകരണമെന്നോ ഒന്നും മാത്രം പറയാതെ ഞങ്ങൾ ചില ഡീലുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഡീലുകൾ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതാണ് ആയിരിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ അതിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. ഡീൽ എന്ന് പറയുമ്പോൾ കച്ചവടത്തിലുണ്ടാവാം, സൈനിക കാര്യത്തിലുണ്ടാവാം, നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ H-1B വിസ അടക്കമുള്ള കാര്യങ്ങളുണ്ടാവാം, മൈഗ്രേഷൻ്റെ കാര്യത്തിലുണ്ടായിരിക്കാം. അങ്ങനെ എന്തായാലും ഇന്ത്യയുമായി ഞങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഡീൽ ഉണ്ടാക്കാൻ പോയിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇസ്രയേലിനെ പോലെ ഇന്ത്യയെ കരുതുന്നു അമേരിക്ക എന്നൊരു വാചകം ട്രംപിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ട്രംപ് പറഞ്ഞു, ഞങ്ങളൊരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര പാത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, അമേരിക്കയും ഇന്ത്യയും ചേർന്ന്. ഇന്ത്യ, ഇസ്രയേൽ, ഇറ്റലി വഴി അമേരിക്കയിലുള്ള ഒരു വ്യാപാര പാത ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ. ആ വ്യാപാര പാത എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെ ഒഴിവാക്കിയിട്ടല്ല, ഇറ്റലി വഴി നേരിട്ട് അമേരിക്കയ്ക്ക് പോകുന്ന ഒരു വ്യാപാര പാത എന്നല്ല പറഞ്ഞത്. ഇസ്രയേലിനെയും ഇന്ത്യയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഇനിയുള്ള കാലത്ത് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ട് ഇസ്രയേലും ഇന്ത്യയും ചേരുന്ന ഒരു വ്യാപാര പാത ഉണ്ടാക്കും. ആ വ്യാപാര പാത കടൽ വഴിയാവും, കരവഴിയാകും, സമുദ്രാന്തര കേബിളുകൾ വഴിയായിരിക്കും. അങ്ങനെ ലോകത്തെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമുക്കറിയാം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ട്രംപിൻ്റെയും മോദിയുടെയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിൻ്റെയും മോദിയുടെയും വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ 3 സൗഹൃദ രാജ്യങ്ങളെ അമേരിക്ക ചൂണ്ടിക്കാട്ടുകയാണ്, ഇന്ത്യ, ഇസ്രയേൽ, ഇറ്റലി. ഈ 3 രാജ്യങ്ങളും അമേരിക്കയും കൂടെ ചേർന്നിട്ട് ഒരു വ്യാപാര പാത ഉണ്ടാകുന്നു. അത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വ്യാപാര പാതകളായിരിക്കുമെന്ന് പറയുന്നു. ഇതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗാസയിൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യം എന്ന് പറയുന്നത് സൂയസ് കനാലിന് ബദലായി ബെൻഗൂറിയൻ കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ ഗാസയിലൂടെ വെട്ടാനുള്ള ഇസ്രയേലിൻ്റെ പദ്ധതി.
ആ പദ്ധതിക്ക് 100% പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക. അങ്ങനെ ഇസ്രയേലിനെ സംരക്ഷിക്കുകയും ഇസ്രയേലിന് ഗുണമുണ്ടാവുന്ന തരത്തിൽ ഇസ്രയേൽ ഇന്ത്യ, ഇസ്രയേൽ, ഇറ്റലി എന്ന് പറയുമ്പോൾ ഈ വ്യാപാരപാതയുടെ ഗുണം സ്വാഭാവികമായും അമേരിക്കയ്ക്കാണ്. ആത്യന്തികമായി അമേരിക്കയിൽ ചെന്നെത്തുന്ന പാതയാണെങ്കിൽ പോലും അതിൻ്റെ ഗുണഫലം ഇസ്രയേലിന് കൂടി കിട്ടണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്, ട്രംപ് ആഗ്രഹിക്കുന്നത്. ഫലത്തിൽ ഇന്ത്യയും ഇസ്രയേലും ഇറ്റലിയും അമേരിക്കയും തമ്മിലുള്ള അതിശക്തമായ ഒരു ബന്ധമുറപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മോദി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. മോദി പറഞ്ഞു, ട്രംപ് ഈ ചെയ്യുന്നതൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിയാണ്. കുടിയേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുന്നു, അവരെ വിമാനത്തിൽ കയറ്റി, പട്ടാള വിമാനങ്ങളിൽ വരെ കയറ്റി അയക്കുന്നു. ഇതൊക്കെ ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടാണ്. ഇത് തന്നെയാണ് ട്രംപെ, മൈ ഫ്രണ്ട്, എൻ്റെയും താല്പര്യം. ഞാൻ ചെയ്യുന്നതൊക്കെ ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഏതൊക്കെ സഹായം കിട്ടുമോ അതൊക്കെ ഞാൻ നേടിയെടുക്കും എന്നാണ് മോദി പറയാതെ പറയുന്നത്. ഏതായാലും ദേശസ്നേഹികളായ നാഷണലിസ്റ്റുകളായ രണ്ടു നേതാക്കന്മാർ, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ട്രംപും ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. അതിൻ്റെ ലഭ്യമായ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് കൈമാറാം. ഏതായാലും വളരെ ആശാവഹമാണ്. ഇസ്രയേലിനെ പോലെ ഇന്ത്യയെ കരുതുന്നു. ബംഗ്ലാദേശിന് ഇനി അമേരിക്കയുടെ സഹായമില്ല. ബംഗ്ലാദേശിൻ്റെ ഭാവി എന്തായിരിക്കണമെന്ന് മോദിക്ക് തീരുമാനിക്കാം എന്ന് ട്രംപ് പറഞ്ഞതായിട്ടുള്ള വാർത്തകളും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളും വലിയ കരുത്തും നൽകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.